ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഗോതമ്പ് മാവ് കൊണ്ട്, ഗോതമ്പ് പൊടിയില്ലേ അതിൻ്റെ മാവ് കൊണ്ട് ഞാൻ ഒരു 2 വീതം ദോശ ഉണ്ടാക്കാൻ പോവാണ്. മാവ് ഞാനൊരു കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതങ്ങനെ ലൂസായിട്ട് കലക്കുക. കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല ഒരുപാട് ലൂസും വേണ്ട, കുറച്ച് തിക്കും വേണ്ട. ഇതങ്ങനെ ദോശമാവിനെക്കാട്ടിലും കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 5 മിനിറ്റ് മുമ്പ് കലക്കി വെച്ചതാണ്. ഇതെങ്ങനെയാന്ന് ചുടുന്നതെന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചു, ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എളുപ്പത്തിൽ നമ്മൾ ഓഫീസിലൊക്കെ പോകുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. എനിക്കൊന്നും ആവശ്യമില്ല, വെറും ഗോതമ്പ് മാവും ഉപ്പും അത് മാത്രമേ ആവശ്യമുള്ളൂ. അതിൻ്റെ കൂടെ ഞാൻ മല്ലിയില, കരിവേപ്പില, 3-4 പച്ചമുളക്, ഒരു ചെറിയ ഒരു പകുതി ഉള്ളി, സവോള ഒക്കെ ഇട്ടിട്ട് ഞാൻ ഒരു മുളക് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായ ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാം. കല്ല് ഇവിടെ ചൂടായിട്ടുണ്ട്. ചൂടായിട്ട് ഒന്ന് നമുക്ക് താത്തി വെക്കണം. ഒരുപാട് കൂട്ടി വെച്ചാൽ ഇത് വേഗം കരിഞ്ഞു പോകും. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് തേച്ച് കൊടുക്കുക. ഒരു കയ്യിൽ മാവ് എടുത്ത ശേഷം നമുക്ക് ഒഴിക്കാം. ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഒരുപാട് തീ കൂട്ടി വെക്കണ്ട. ഇതങ്ങനെ നൈസായിട്ട് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് താത്തി വെക്കുക. നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചും വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ മേലെ കുറച്ച് എണ്ണ പുരട്ടി വയ്ക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇത് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് മുറുകി കറക്റ്റായിട്ട് വരും. നമുക്ക് സാധാ ദോശമാതിരി വേഗം എടുക്കാൻ പറ്റില്ല. കുറച്ച് നോക്കിയിട്ട് വേണം എടുക്കാൻ. ആയിട്ടില്ല, ഒന്നും കൂടെ ആവണം. ദോശ പതുക്കെ നമുക്ക് ഒന്ന് മറിച്ചിടാം. സാവധാനം എടുക്കണം. ഗോതമ്പ് മാവായതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. പതുക്കെ ഒന്നെടുത്ത് മറിച്ചിട്ട് നോക്കാം. ഇതായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശ. അതിൻ്റെ കൂടെ ചട്നി എടുക്കാം. പിന്നെ മുളക് ചമ്മന്തി എടുക്കാം. സാമ്പാർ കൂട്ടി കഴിക്കാം. മറിച്ചിട്ടൊന്ന് ആവട്ടെ. എന്നിട്ട് നമുക്ക് വേറെ ദോശ. ഞാൻ ഇവിടെ ഉള്ളി 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് ക്യാരറ്റ്, ചീവ കുറച്ച് വേണ്ടു. അതിന് ചീക എടുക്കുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നുറുക്കിയിടാം. അതിൻ്റെ കൂടെ കുറച്ച് കരുവേപ്പില പൊടിയായിട്ടൊന്നായിരിക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് ജീരകം ഇടുക. ജീരകം കുറച്ച് പെരുംജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി. ഗോതമ്പ് ദോശ ഒന്ന് മറിച്ചിടാം. കൂട്ടി വെച്ചാൽ അത് കരിയും. അതുകൊണ്ടാണ് ഞാൻ താത്തി വെച്ചത്. പതുക്കെ ചുടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഗോതമ്പ് ദോശ ഇവിടെ ആവാറായിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ വേറെ ദോശയ്ക്കുള്ള ഉള്ളി ഇതൊക്കെ ഞാൻ പച്ചമുളക്, മല്ലിയില, ക്യാരറ്റ്, കറിവേപ്പില ഒക്കെ ഞാൻ ഇതിൽ ഇടുകയാണ്. ഇട്ടിട്ട് ഒന്ന് കലക്കി കൊടുക്കാം.
എൻ്റെ കൂടെ നമുക്ക് കുറച്ച് ജീരകം, കുറച്ച് പെരുജീരകം ഇടാം. ഒരു നുള്ള് മഞ്ഞപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക. നമുക്ക് ഇനി മണം വേണമെന്ന് വെച്ചാൽ കുറച്ച് പെരുങ്കായപ്പൊടിയോ അതൊക്കെ ഒന്ന് ഇടാം. ഇതിന് ഒരു കറികളൊന്നും വേണ്ട, തനിയെ വെറുതെ കഴിക്കാവുന്നതാണ്. നന്നായി ഇളക്കിയിട്ട് കൊടുക്കാം. ഗോതമ്പ് ദോശ മുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റിയ ശേഷം ആ ദോശ ഇടാം. സൂപ്പറായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒന്ന് എണ്ണ തേച്ച് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ നല്ല മണം ഉണ്ടാവുള്ളൂ. ഒരു 1.5 കയ്യിൽ ഒഴിക്കുന്നുണ്ട്. ഇതിൽ എരിവുണ്ടാകും, നല്ല ഉള്ളിയുടെ ടേസ്റ്റ് ഉണ്ടാകും, ക്യാരറ്റിൻ്റെ ഇതുണ്ടാകും, നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമുക്ക് എളുപ്പത്തിൽ 4 മണിക്കൊക്കെ ഒന്ന് ചായയുടെ കൂടെ കഴിക്കണം വെച്ചാൽ എളുപ്പത്തിൽ ഗോതമ്പ് കലക്കുക. ഒരു ഒരു കഷ്ണം ഇടുക, ഉള്ളി ഇടുക, എന്താ ഉള്ളത് വെച്ചാൽ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ദോശ ഉണ്ടാക്കിയാൽ സൂപ്പറായിട്ടുണ്ടാകും. മഴക്കാലത്തൊക്കെ നമ്മൾ മാവില്ല, അരി അരച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. എളുപ്പത്തിൽ വേഗമാകും. നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഒന്ന് തുറന്നു നോക്കിയിട്ട് നമുക്ക് മേലെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കുക. ഈ അരികൊക്കെ ഒന്ന് മുറുകി ക്രിസ്പി ആയിട്ട് വരും. നമുക്ക് മറിച്ചിടാൻ നോക്കാം പതുക്കെ. നല്ല ചന്തായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോതമ്പ് ദോശയാണ്. അത് ഗോതമ്പ് ദോശയാകും, ഇത് ഗോതമ്പ് അപ്പമാകും. നന്നായി ഒന്ന് മുറുകിയ ശേഷം നമുക്ക് എടുക്കാം. നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. നന്നായി ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മുറുകണം. കുറച്ചും കൂടെ എണ്ണ മേലേക്ക് ആക്കി പെരട്ടി കൊടുക്കുക. പെട്ടെന്ന് കുട്ടികളൊക്കെ പച്ചമുളക് കാരണം കുട്ടികൾ കഴിക്കില്ല. അപ്പം അതിന് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ദോശ ചട്നിയോ സാമ്പാർ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ കുരുമുളക് ഇതൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാകും. ഇത് നമുക്ക് എടുക്കാം. ഇതായിട്ടുണ്ട്. കൂട്ടി വെക്കരുത്, കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോതമ്പ് അപ്പം, ഒരു ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ ഒഴിക്കുന്നുണ്ട്. ഒരുപാട് തിക്കായിട്ട് കലക്കാൻ പാടില്ല. തിക്കായ ഒരു കനം കൂടിക്കൊണ്ടിരിക്കും. മാവ് ഒരു 5 മിനിറ്റ് മുമ്പ് ഒന്ന് കലക്കി ഉപ്പിട്ട് കലക്കി വെച്ചാൽ നമുക്ക് വേഗം ചുടാം. ഞാനത് ചുട്ടത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഗോതമ്പ് ദോശയും ഇത് ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ദോശയും ഗോതമ്പ് അപ്പം. വെറും ഗോതമ്പ് മാവാണ്. ഇതാ ക്രിസ്പി ആയിട്ട് ഇരിക്കും.
സോഫ്റ്റായിട്ടിരിക്കും. ഇതാണ് ഞാൻ മുളക് ചമ്മന്തി. അതിന് പച്ചമുളകും മല്ലിയില കരിവേപ്പില പകുതി സവോള ഇട്ടിട്ട് അരച്ചിട്ടുണ്ട്. ഒരുപാട് ഉള്ളി ഇട്ട കശക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതാ ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് അപ്പം. നന്നായിട്ട് കഴിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഒരു 111 സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട്. അത് പോരാ, ഇനിയും സബ്സ്ക്രൈബർ വേണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ഹായ്.